നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്റെ കൂടപ്പിറപ്പാണ് അവള്, എന്റെ സഹോദരി. കൂടപ്പിറപ്പെന്നും സഹോദരനെന്നൊക്കെ പറയാൻ നല്ല രസമാണ്. പക്ഷേ അതിന് അതിൻ്റെതായ വില വരണമെന്നുണ്ടെങ്കിൽ കൂടെ പിറക്കണം. ഒരേ സ്ഥലത്ത് വളർന്നാ പോരാ. ഇനിയിപ്പോ കൂടപ്പിറപ്പാണെങ്കിൽ പോലും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും സഹോദരങ്ങളൊന്നും അല്ല, താലി കെട്ടിയ ഭർത്താവാ. അറിയോ? ഭർത്താവായ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നെക്കാൾ വലിയ ഉത്തരവാദിത്വമൊന്നും ഇയാള് കാണിക്കണ്ട. ഇന്നലെ നിന്റെ അമ്മ പറയുന്നത് കേട്ടു, നിന്റെ കാര്യത്തിൽ അമ്മയേക്കാൾ വലിയ കരുതലുള്ള ആരും തന്നെ ഈ ഭൂലോകത്തില്ലാന്ന്. ഇപ്പതേ ഇയാള് പറയുന്നത് കേട്ടില്ലേ, അയാളാണ് നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന്. അപ്പൊ പിന്നെ ഈ ഇരിക്കുന്ന ഞാൻ ആരാ? എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അതെ ഡോക്ടർ സാറേ, നിങ്ങൾക്കൊരു രോഗിയുടെ ഹെൽത്തിനെ കുറിച്ച് പറയാം. എവിടെ ട്രീറ്റ് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ തീരുമാനിച്ചോളൂ. ഭാരിച്ച ഉത്തരവാദിത്വം ഒന്നും എടുത്ത് തലയിൽ വെക്കണ്ട. ഈ ഇരിക്കുന്നത് എന്റെ ഭാര്യ, ഇവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞ്. അവരെ എങ്ങനെ നോക്കണമെന്നും എവിടെ ചികിത്സിക്കണമെന്നും എനിക്കറിയാം. അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. സാറിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. താലി കെട്ടിയ പെണ്ണിനോട് കാണിക്കുന്ന കരുതലും മറ്റാരെക്കാളും എനിക്കറിയാം. സാറിന് അറിയാലോ അത്. താലി കെട്ടിയ പെണ്ണ് ഭാര്യ എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ടല്ലോ. ഈ ഇരിക്കുന്ന വൈകയുടെ കാര്യം തന്നെയാണോ ഉദ്ദേശിച്ചത്? നീ എന്താ എന്തും വിളിച്ചു പറയാൻ തുടങ്ങാണോ? നീ എന്തിനാ കാർത്തി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? താലി കെട്ടിയ പെണ്ണ് ഞാനാണോ എന്നല്ലേ അവൻ ചോദിച്ചുള്ളൂ. അതിനിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? അല്ലെങ്കിൽ നീ എന്റെ പക്ഷത്ത് നിന്ന് ഒരിക്കലും സംസാരിക്കില്ലല്ലോ. ഓഫീസിലെ കാര്യം വന്നാൽ സുന്ദരിയുടെ പക്ഷത്ത് നിൽക്കും, വീട്ടിലെ കാര്യം വന്നാൽ അമ്മയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കും. ഇപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ആരും അല്ലാതെ ഇങ്ങനെ പാലി പിടിച്ച് നടന്നോണല്ലേ? വന്ന് നിന്റെ ലൈഫിൽ ആരും അല്ലാതെ കഴിഞ്ഞ സുന്ദരി, അമ്മ, ശ്രീകാന്ത്, അങ്ങനെ കുറെ പേര്. ഇവരെല്ലാം കഴിഞ്ഞൊരു മൂലയിൽ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ എതിർത്തോണം. ഞാൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റ്. അതാ നിന്റെ മനസ്സിലിരിപ്പ്. നോക്ക് കാർത്തി, വെറുതെ ശബ്ദം ഉയർത്തണ്ട. നിങ്ങളുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കുകയും വേണ്ട. എന്താ ശ്രീനി പറഞ്ഞത്? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ് കാർത്തിക്. വൈക കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞപ്പോ, എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞപ്പോ നേരത്തെ താൻ ആക്ഷേപിച്ചില്ലേ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നെഞ്ചി കൈവച്ച് പറയും, ഈ നിൽക്കുന്ന വൈക എന്റെ പെങ്ങളാണെന്ന്. അതുപോലെ സുന്ദരി ഇയാൾക്ക് പെങ്ങളെ പോലെയാണെന്ന് പറയാൻ പറ്റുമോ? എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സുന്ദരി ഇവന് സ്വന്തം സിസ്റ്റർ പോലെ അല്ലേ? അല്ലേ കാർത്തി? സുന്ദരി എന്റെ പെങ്ങളാണെന്ന് ഞാൻ എന്തിനു പറയണം? എന്താ അങ്ങനെ പറയാൻ പറ്റില്ലേ? എങ്ങനെ പറയാൻ പറ്റും വൈക? നോക്ക് ശ്രീകാന്ത്, നീയും ഇവളും ഒരേ സ്ഥലത്ത് വളർന്നവരായിരിക്കും. അതിന്റെ പേരിൽ ഇവളെ നിനക്ക് പെങ്ങളെന്ന് വിളിക്കാം.
അത് നിന്റെ ഇവളുടെ ഇടയ്ക്കുള്ള പ്രശ്നം. നിങ്ങളുടെ റിലേഷൻ അതിനെക്കുറിച്ച് എനിക്കറിയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആരെ സ്നേഹിക്കണം, ആരുമായിട്ട് എന്ത് റിലേഷൻ വയ്ക്കണം, ആരെ പെങ്ങളായിട്ട് കാണണം എന്നൊന്നും ഇയാള് എന്നോട് നിർദ്ദേശിക്കണ്ട. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ പെങ്ങളെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നണം. നീയോ ഇവളോ പറഞ്ഞു എന്ന് കരുതി ഞാൻ ആരെയും പെങ്ങളായി കാണാൻ പോകുന്നില്ല. കൂടുതൽ അങ്ങ് പറഞ്ഞു കയറി എനിക്ക് ചെക്ക് വെച്ച് കളയാനൊന്നും ആരും കരുതണ്ട. വൈകിയെ പെങ്ങളെന്ന് വിളിക്കുമ്പോഴും നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാർത്തി, എന്താ കാർത്തി പറയുന്നേ? താൻ തന്റെ പണിയെടുത്താ മതി. എന്നെ ബന്ധങ്ങളും അതിന്റെ വിലയൊന്നും പഠിപ്പിക്കാൻ വരണ്ട. കാർത്തി, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം എന്നെ ഇൻസൾട്ട് ചെയ്തു. മടുത്തു എനിക്ക്. ശ്രീ, ഐ എം റിയലി സോറി ഡാ. ഡെലിവറിക്ക് തിരുവനന്തപുരത്ത് പോണെന്ന് പറഞ്ഞ ഉടനെ അമ്മ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നീ നോ പറഞ്ഞു. അതിന്റെ ഡിസ്റ്റർബൻസ് ആ കാർത്തിക്ക്. നിന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഒരു ലോങ് യാത്രയുടെ കാര്യം പറഞ്ഞ വിവരമുള്ള എല്ലാവരും നോ എന്നേ പറയും. അതെനിക്ക് മനസ്സിലാകും. പക്ഷെ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ പോയാ ഞാൻ സേഫ് ആവുമെന്ന് കാർത്തിയോട് ആരോ പറഞ്ഞു. ഐ എം സോറി ശ്രീ. എന്നോട് നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും കാർത്തികിന്റെ വാക്ക് കേട്ട് നീ തിരുവനന്തപുരത്തേക്ക് പോകരുത്. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിനക്ക് ഭ്രാന്ത് വല്ലതുണ്ടോ കാർത്തി? ആരോട് എന്ത് പറയണമെന്ന് ബോധമില്ലെന്നായോ നിനക്ക്? അപ്പൊ അവൻ എന്നോട് ചോദിച്ചതിനൊന്നും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ? അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തതായി എന്താ ശ്രീ ചോദിച്ചത്? നിന്റെ മുമ്പിൽ വെച്ചല്ലേ സുന്ദരി എന്റെ പെങ്ങളാണെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചത്? പെങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സുന്ദരി സഹോദരി പോലെയാണെന്ന് കരുതിന്ന് വെച്ച് നിനക്കൊരു ദോഷം വരാൻ പോകുന്നില്ലല്ലോ. അവള് നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. പറ, എന്താ കുഴപ്പമൊന്ന്? വഴിയെ പോകുന്നവരെയൊക്കെ പെങ്ങളാണെന്ന് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൾക്ക് ഞാൻ എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഹായത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് നീ പറഞ്ഞെന്നുള്ള കാരണം കൊണ്ടാ. അവളെ എക്സാമിന് കൊണ്ടുപോയത് നീ ആവശ്യപ്പെട്ടിട്ട്. അല്ലാതെ ശ്രീകാന്ത് പറയുന്നത് കേട്ടിട്ട് അവളെ പെങ്ങളെന്ന് വിളിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവൻ നാളെ വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് മോളെന്ന് വിളിക്കാൻ പറഞ്ഞ അത് ഞാൻ കേൾക്കണം. എനിക്ക് ആരെ പെങ്ങളായിട്ട് കാണണം, ആരെ ചേച്ചിയായിട്ട് കാണണം, ആരെ സുഹൃത്തായിട്ട് കാണണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. അത് തീരുമാനിക്കുന്നവൻ ഞാനാ, അല്ലാതെ വഴിയെ പോകുന്നവനല്ല.